ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തജ്വീദുൽ ഖുർആൻ 2ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 23ാമത്തെ സൂറത്തായിട്ട് നിങ്ങൾക്ക് വരുന്നത് സൂറത്തുൽ ളുഹ. അപ്പോൾ സൂറത്ത് ഉസ്താദിൻ്റെ വോയിസ് നമുക്ക് കേട്ട് സൂറത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കിതിലെ വർക്കുകളൊക്കെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് സൂറത്തൊന്ന് കേൾക്കാം. സൂറത്തുൽ ളുഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث والضحى എങ്ങനെ والضحى ضاد حاء والليل إذا سجى والليل إذا سجى വല്ലൈലി എഴുതിയത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ആയത്തിൻ്റെ അവസാനം എന്താണ്? ഇവിടെയൊക്കെ അലിഫിലാണ്. ചുണ്ടുപൂടരുത്, മീമുണ്ടാവരുത് എന്ന്, ഹ വരരുതേ, കൂടുതൽ നീളരുതേ. വലൽ ആഖിറത്തു എന്നാണ് ഓതേണ്ടത്. ചില ആളുകൾ വലൽ ആഖിറത്തു ലാഖിറത്തു ആവാറുണ്ട്. മിനൽ ഊല മിനല്ലൂല വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനല്ലൂല പറ്റില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ ഫതർദാ. അവിടെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. ചേർത്തി ഓതുമ്പോഴാണ് ആ മദ് ഫർഇ ആകുന്നത്, ഇല്ലെങ്കിൽ അസ്ലിയായ മദ്. ഫതർദാ ഇത്ര മതി. അലം യജിദ്ക, യാന് ശേഷം ജീം കസ്റാണ് കേട്ടോ. അലം യജിദ്ക യജിദ്ക അലം യജിദ്ക യതീമൻ ഫആവാ. അലം യജിദ്ക എന്ന് യജിദ് അല്ല. എന്നാലോ ദാലിന് കസ്റ് കൊടുത്ത് യജിദിക ദിക്ക പറ്റുമോ? അതും പറ്റില്ല. അലം യജിദ്ക അലം യജിദ്ക യതീമൻ ഫആവാ. അവിടെ ചില ആളുകൾക്ക് വേറൊരു പ്രശ്നം വരലുണ്ട്. എന്തറിയോ? അലം യജിദ്കന്റെ യാക്ക് പകരം എ വരും. അലം യജിദ്ക എജി എജി. സുബ്ഹാനല്ലാഹ്. ووجدك ضالا فهدى ووجدك ضالا فهدى. മദ് ലാസിമും ഇഖ്ഫാഉം ശ്രദ്ധിക്കണം. ووجدك عائلا فأغنى. എന്താണ്? ആയിലൻ മദ് മുത്തസിലും ഇഖ്ഫാഉം. فأغنى فأغنى لا فأما اليتيم فلا تقهر. എങ്ങനെ? فأما اليتيم فلا تقهر 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 وأما السائل فلا تنهر مد وأما السائل فلا تنهر وأما بنعمة ربك فحدث. يعني
وأما بنعمة ربك فحدث وأما بنعمة ربك فحدث. ഓക്കെ, സൂറത്തുൽ ദുഹ നമ്മൾ ഓതി. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്തു. നമ്മൾ ഒരുമിച്ച് ഒന്ന് ഓതണം, ഒരുമിച്ച് ഒപ്പട്ടോ. നമ്മൾ നീട്ടുന്നത്, നമ്മൾ മണിക്കുന്നത് ഒക്കെ എങ്ങനെയാണ് നോക്കണം, അതിൻ്റെ കൂടെ തന്നെ വരണം. നിങ്ങൾ മുന്നിൽ ചാടാൻ പാടില്ല, ബാക്കിലാവാനും പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى وَوَجَدَكَ ضَالًّا فَهَدَى وَوَجَدَكَ عَائِلًا فَأَغْنَى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العظيم. الله قبولكنا يا الله. അപ്പോൾ നമ്മൾ സൂറത്തൊക്കെ കേട്ട് പഠിച്ചില്ലേ? ഇനി അതിലെ കുറച്ച് വേർഡ്സുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. വല്ലുഹ വലൽ ആഖിറതു വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ യുഅതീക അലം യജിദ്ക. യജിദ്ക അത് പ്രത്യേകം പറഞ്ഞു, യജ് ജ് ആവരുത്, യജി ജീമാണ്, ജീമിന് കസറാണ്. യജിദ്ക ജി എന്ന് പറയണം. യജിദ്ക യതീമം ഫആവാ, പിന്നെ ളോല്ലം ഫഹദാ ആയിലം ഫഅനാ ഫഹദ്ദിസ് ഫഹദ്ദിസ്. അപ്പോൾ വേർഡ്സുകളൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ള അക്ഷരം എന്താണ് വന്നത്? ഇഖ്ഫാ. ഫാ വരുമ്പോൾ, നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഫാ വരുമ്പോൾ ഇഖ്ഫാ വരുന്നതാണ് നമ്മളിതിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ മുമ്പ് കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഇഖ്ഫാൻ്റെ നൂനും തൻവീനൊക്കെ എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, മറന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് നൂന്, സാക്കിനായ നൂന്. തൻവീന ഇതാണ് തൻവീന്. അപ്പോൾ നൂനിൻ്റെ ശേഷം ഫാ വന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഇഖ്ഫാ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. പിന്നെ മൻഫൂഷ് കണ്ടില്ലേ? നൂനിന് ശേഷം ഫാ വന്നു. നീയാ നൂൻ തൻവീന് ശേഷം ഫാ വന്നു, തൻവീന് ശേഷം ഫാ വന്നു. പിന്നെ തൻവീന് ശേഷം ഫാ. അപ്പോൾ ഇവിടെയൊക്കെ ഇഖ്ഫാ ആണെന്ന് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയാൽ മാത്രം മതി, ഇഖ്ഫാ ചെയ്യണം. കദ് ഹം ഫ അങ്ങനെ മറച്ചു മണിക്കലാണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് തജ്വീദോട് കൂടിയിട്ടുള്ള ഖുർആന് നമുക്ക് അടുത്ത പാർട്ടിലൊക്കെ ഓതുമ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാം. ആദ്യം ഇപ്പോൾ നമുക്ക് ഇഖ്ഫാ വരുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെന്താണ് ഫതം ഫ, ഇതൊന്നും ഇല്ലേ ചേർന്ന് വരുന്നത് നൂനും ഫാവും. പിന്നെ മിം ഫില്ലത്തി ഫ വന്നു. പിന്നെ തൻവീന് ശേഷം ഫ വന്നു. പിന്നെ ഇവിടെ തൻവീന് ശേഷം ഫാ വന്നു, ഇവിടെ നൂനിന് ശേഷം ഫാ. അപ്പോൾ ഇഖ്ഫാ വരണമെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ ഫാഇൻ്റെതാണ് പറഞ്ഞത്. 15 അക്ഷരങ്ങളുണ്ട് ഇഖ്ഫാന്. നൂനിൻ്റെ തൻവീൻ്റെ ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ ഇഖ്ഫാ ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക. അടുത്ത ഇവിടെ താഴെ തന്ന ആയത്തുകളിൽ ഫാ കൊണ്ട് ഇഖ്ഫാ ആയത് നമുക്കൊന്ന് അടയാളപ്പെടുത്തതാ. മംഫി അല്ലേ? നൂനിന് ശേഷം ഫാ വന്നു. പിന്നെ ഇനി എവിടെയാണ് അടുത്തത്? നൂനിന് ശേഷം ഇവിടെ നൂനാണോ എന്നാണ്. നമുക്ക് തൻവീന് ശേഷം ഫാ വന്നത്, തൻവീന് ശേഷം ഫാ വന്നു. പിന്നെ അടുത്തത്
തംഫുദു, നൂന് ശേഷം ഫ വന്നു. അടുത്തതിൽ ഫംഫുദു, പിന്നെയും അതന്നെയാണ് തംഫുദു അല്ലേ, ഒക്കെ നൂന് ശേഷം ഫ വന്നു. അപ്പോൾ അത്രയാണ് ഇവിടെ വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി താഴെ വന്നത് എന്താണ്? റസ്മുൽ ഉസ്മാനി ഖുർആനിലെ എഴുത്ത് രീതിയാണ്. റസ്മൽ ഖുർആൻ. അപ്പോൾ ഖുർആനിൻ്റെ എഴുത്ത് രീതി വല്ലൈലി. വല്ലൈലി എന്ന ഖുർആനിൻ്റെ പ്രത്യേക എഴുത്ത് രീതിയാണ്. ഇങ്ങനെയാണ് ഖുർആനിൽ വല്ലൈലി എന്ന് വരിക. അപ്പം നമുക്ക് വല്ലൈലി എന്ന് 3 രീതിയിലൊക്കെ എഴുതി തന്നിട്ട് ഇതിൽ ഏതാണ് ഖുർആനിലെ എഴുത്ത് രീതി എന്ന് എക്സാമിന് ചോദ്യം വരാറുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വലൽ ആഖിറത്തു, ലാമ് വന്നത് വലൽ ആഖിറത്തു. ഫ ആവാ, ആ വന്നത് കണ്ടില്ലേ? ഫ ആവാ. പിന്നെ അസ്സായില, അസ്സായില. അതേപോലെ ആ ഇലൻ, ഇതിലൊക്കെ ഈ വ്യത്യസ്ത 3 രീതിയിൽ എഴുതി തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൽ ഏതാണ് ശരിയായത്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പം മനസ്സിലാക്കി പഠിക്കട്ടാ. ഇതിലൊക്കെ വന്ന വ്യത്യാസങ്ങൾ ഇതാണ്. ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതിയൊക്കെയാണ് ഇവിടെ വന്നത്, മനസ്സിലാക്കുക. അതുപോലെ വല്ലേലി, മനസ്സിലായില്ല? അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് സൂറത്തുൽ ളുഹയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. എക്സാമാണ് വന്നത്. അപ്പോൾ നമ്മൾ തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലഭിക്കേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരും. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തി എക്സാമിന് നന്നായി മനസ്സിലാക്കി പഠിക്കുക. നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ ഈ വോയിസോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.